ശിവൻ കഴുത്തിൽ പാമ്പിനെ ധരിക്കുന്നത് എന്തുകൊണ്ട്? ശിവൻ ശാന്തമായി ധ്യാനിക്കുന്ന കൈലാസ പർവ്വതത്തിന്റെ അഗാധമായ നിശബ്ദതയിൽ ഒരു ചിഹ്നം എല്ലായ്പ്പോഴും വേറിട്ടുനിൽക്കുന്നു. സർപ്പമായ വാസുകി. എന്നാൽ ഏറ്റവും ശാന്തനായ ദേവന്മാർ എന്തിനാണ് ഉഗ്രവും വിഷമുള്ളതുമായ ഒരു പാമ്പിനെ ധരിക്കുന്നത്? പാമ്പ് മനുഷ്യ മനസ്സുകളെ അസ്വസ്ഥമാക്കുന്ന അഹം, ഭയം, മരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഭഗവാൻ ശിവൻ ഭയത്തിനും മരണത്തിനും അതീതനാണ്. ശക്തനായ സർപ്പരാജാവായ വാസുകി തന്റെ ശക്തി കാണിക്കാൻ ശ്രമിച്ച നിമിഷം ശിവൻ ശാന്തമായി അവനെ ഒരു അലങ്കാരം പോലെ കഴുത്തിൽ ചുറ്റി ഏറ്റവും അപകടകരമായ ശക്തികളെപ്പോലും താൻ നിയന്ത്രിക്കുന്നുവെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കുന്നു. മറ്റൊരു കഥയുണ്ട്. ഇതിഹാസമായ മന്ഥൻ സമുദ്രം കടത്തുമ്പോൾ ദേവന്മാർ പോലും അവന്റെ സഹായം തേടി. മന്ദാര പർവ്വതത്തെ ചുറ്റി ദേവന്മാരും അസുരന്മാരും അമൃതിനായി സമുദ്രം കടത്തുമ്പോൾ വാസുകി കടത്തുന്ന കയറായി വർത്തിച്ചു. അവനെ വലിച്ചപ്പോൾ സൃഷ്ടിയെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഹാലാഹല വിഷം പുറത്തുവന്നു. പരിഭ്രാന്തരായി ദേവന്മാർ ശിവനെ സമീപിച്ചു. ഒരു മടിയും കൂടാതെ മഹാദേവൻ വിഷം കുടിച്ചു. പ്രപഞ്ചത്തെ രക്ഷിക്കാൻ അത് തൊണ്ടയിൽ പിടിച്ചു. അവന്റെ തൊണ്ട നീലയായി. അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചു. ഭക്തിയാലും ലജ്ജയാലും വാസുകി കീഴടങ്ങലിന്റെ പ്രതീകമായി ശിവന്റെ കഴുത്തിൽ ചുറ്റി. അതിനുശേഷം വാസുകി ശാന്തമായി ശിവന്റെ തൊണ്ടയിൽ ഒരു ദാസനായിട്ടല്ല, മറിച്ച് വിശ്വസ്തനായ ഒരു രക്ഷാധികാരിയായും ആത്മീയ പ്രതീകമായും കിടക്കുന്നു. ഹിന്ദു തത്വചിന്തയിൽ സർപ്പം ഊർജ്ജം, പുനർജന്മം, സമയം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. കാലാതീതനായ ശിവൻ അനായാസമായി നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ. അതിനാൽ ഉഗ്രമായി കാണപ്പെടുന്ന പാമ്പ് ഇനി ഭയത്തിന്റെ ഒരു സൃഷ്ടിയല്ല, മറിച്ച് സംരക്ഷണത്തിന്റെയും ജ്ഞാനത്തിന്റെയും ശിവന്റെ നിത്യശാന്തതയുടെയും അടയാളമാണ്. ശിവനെ പാമ്പിനൊപ്പം കാണുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരാൾ അവബോധത്തിൽ ജീവിക്കുമ്പോൾ ഭയത്തെ കീഴടക്കാൻ കഴിയും, അഹങ്കാരത്തെ മെരുക്കാൻ കഴിയും, വിഷത്തെ ശക്തിയാക്കി മാറ്റാം എന്നെല്ലാമാണ്.